ശരിക്കും പറഞ്ഞാൽ ഇവരെ പോലെയുള്ളവരുടെ ആഘോഷമാണ്. കാരണം ദൈവത്തിന്റെ പുത്രൻ ജനിച്ചു വീണത് ഏറ്റവും പരിമിതമായ അന്തരീക്ഷത്തിലാണ്. അപ്പൊ അങ്ങനെ പരിമിതിയുള്ള ആളുകൾക്ക് അനന്തമായ സാധ്യതയുണ്ട് എന്ന് തെളിയിക്കുന്നതാണ് ഈശോയുടെ ജനനം. അതുകൊണ്ട് ഇവരുടെ കൂടെ നിൽക്കുമ്പോഴാണ് ശരിക്കും ക്രിസ്മസ് ആയി എന്ന് എനിക്ക് തോന്നുന്നത്. ടോണി പിതാവ് പറഞ്ഞത് ക്രിസ്മസ് ആവുന്നത് അനന്തമായ സാധ്യതകളില്ലാത്ത ഇവരുടെ കൂടെ നിൽക്കുമ്പോഴാണെന്ന്. അത് തന്നെയാണ് സ്നേഹത്തിന്റെ സന്ദേശമാണ് ക്രിസ്മസ്, ഐക്യത്തിന്റെ സന്ദേശമാണ്. ഇവർക്ക് നമ്മള് വാസ്തവത്തില് ഇവര് നമുക്ക് തെളിയിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, യേശുക്രിസ്തു കൂടെ ഉണ്ടെങ്കിൽ, ഈ സ്നേഹം കൂടെ ഉണ്ടെങ്കിൽ ഇവർക്ക് എവിടം വരെ വേണമെങ്കിൽ എത്താം. ഈ 3-ാം തീയതി ഇവരെല്ലാവരും കൂടെ ഗോവയിലേക്ക് പോവാണ്. നാഗാലാൻഡിൽ പോയി വന്നിട്ടേ ഉള്ളൂ. അങ്ങനെ ഈ ശരീരത്തിന്റെ ക്ഷീണമൊന്നും ഒന്നിനൊരു തടസ്സമല്ല എന്ന്. അല്ല, എല്ലാവരും ഒരേ പ്രധാനമായിട്ടും ഒരു ഫൗണ്ടേഷനാണ് പുനർജീവൻ. പക്ഷെ ഇവിടെ ഈ ദിവസങ്ങളിൽ ഇപ്പൊ ആ ചേട്ടനൊക്കെ മലപ്പുറത്ത് വന്നിരിക്കുന്ന ഇതിങ്ങനെ സ്ഥിരം ഒരു കാഴ്ചയാണ് പിതാവ്. എനിക്ക് തോന്നുന്നത് മിക്കവാറും എല്ലാ ഇതിലും പിതാവിന് ഇവരോടൊപ്പമാണ്. തീർച്ചയായിട്ടും അത് ആ സന്തോഷം കൊണ്ടാണ്. ഇവരാണ് നമുക്ക് തളരരുതെന്ന് ഓർമ്മപ്പെടുത്തുന്നവർ ഇവരാണ്. അതുകൊണ്ട് ഇവരുടെ കൂടെ നടക്കുമ്പോ എനിക്ക് ഒരു വർഷത്തേക്കുള്ള എനർജി കിട്ടും.